ഇത് ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് ആണ്. പക്ഷേ ഇത് കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പേ അധികം ആൾക്കാർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവോ, സ്ത്രീകൾക്ക് ഇത് കഴിക്കാൻ പറ്റുമോ ഇല്ലേ, ഇത് സ്റ്റിറോയിഡ് ആണോ അല്ലേ, അങ്ങനത്തെ പലതരത്തിലുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം നമുക്ക് കവർ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി ക്രിയാറ്റിൻ എന്താണെന്ന് പറയാം. ക്രിയാറ്റിനും വേറെ വേറെ സാധനങ്ങളാണ്. ക്രിയാറ്റിൻ ഒരു തരത്തിലുള്ള പൗഡറാണ്, ഡയറ്ററി സപ്ലിമെൻ്റ് ആണ്. ഈ മസിൽ ബ്ലേസ് എന്ന് പറയുന്നത് അത്ര തരത്തിലുള്ള പൊടിയാണ്. ഇത് നമുക്ക് പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് കുടിക്കാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് ക്രിയാറ്റിൻ പോപ്പുലർ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മസിലിൽ കുറച്ചും കൂടി മാസ് ഉണ്ടാക്കാൻ സാധിക്കും. പല രീതിയിലാണ് ക്രിയാറ്റിൻ വർക്ക് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത് അത്ലറ്റ്സ് ആണ്. പിന്നീട് എക്സസൈസ് ചെയ്യുന്നവർ, റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നവർ, വെയ്റ്റ്സ് എടുക്കുന്നവർ, അവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടും. നിങ്ങളിപ്പം 10 റെപ്പറ്റീഷൻസ് ആണ് സാധാരണ വെയിറ്റ് എടുക്കുന്നതെങ്കിൽ ക്രിയാറ്റിൻ എടുക്കുകയാണെങ്കിൽ അത് 15 ആക്കാൻ പറ്റും, ചിലപ്പോൾ 20 ആക്കാൻ പറ്റും. നിങ്ങൾ എത്ര സമയമാണോ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയം അത് വർദ്ധിപ്പിക്കാൻ പറ്റും. മസിലിൽ ഹൈപ്പർട്രോഫി കൊണ്ടുവരാൻ സാധിക്കും. മസിൽ വലുതാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതിന് മാത്രമല്ല, ഇപ്പം പേഷ്യൻസ് റിക്കവറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു സർജറിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിന് ശേഷം എൽഡർലി പേഴ്സൺസ്, അതായത് 60 വയസ്സിന് ശേഷവും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഹെൽപ്ഫുൾ ആണെന്ന് പല സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ക്രിയാറ്റിൻ അതിൻ്റെ റെക്കമെൻഡഡ് ഡോസ് ആയിട്ടുള്ള 3 മുതൽ 5 ഗ്രാം പെർ ഡേ ആ ഡോസിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി സേഫാണ്. കൃത്യമായിട്ടുള്ള റെക്കമെൻഡഡ് ഡോസ് പറയുന്നത് 0.1 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് പെർ ഡേ ആണ്. അതായത് 50 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ഗ്രാം വരെ കഴിക്കാവുന്നതാണ്. ഈ ഒരു ഡോസിൽ കഴിക്കുകയാണെങ്കിൽ ക്രിയാറ്റിൻ സേഫ് ആണെന്ന് പല സ്റ്റഡീസിലും തെളിയിച്ചിട്ടുമുണ്ട്. കെമിക്കലി ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ മീഥൈൽ ഗ്വാനൈഡിൻ അസറ്റിക് ആസിഡ് ആണ്. നമ്മളുടെ ബോഡിയിൽ അമിനോ ആസിഡ്സ് ഉപയോഗിച്ചിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പോലെ ക്രിയാറ്റിനും ഉൽപ്പാദിക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും നമ്മളുടെ കിഡ്നിയിലും ലിവറിലൊക്കെയാണ് ക്രിയാറ്റിൻ ഉണ്ടാകുന്നത്. പക്ഷേ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മസിൽസിലാണ്. പ്രധാനമായിട്ടും 3 അമിനോ ആസിഡ്സ് വേണം ക്രിയാറ്റിൻ ഉണ്ടാക്കാൻ: അർജിനിൻ, ഗ്ലൈസിൻ, മെത്യോണിൻ. പക്ഷേ ഡയറ്ററി സപ്ലിമെൻ്റ് ആയിട്ടുള്ള ക്രിയാറ്റിൻ പൗഡർ അല്ലാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ക്രിയാറ്റിൻ അടങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ പ്രധാനമായിട്ടും നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലാണ്. മീറ്റ്, ഫിഷ്, ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലാണ് കൂടുതലായിട്ടും ക്രിയാറ്റിൻ അടങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ബോഡിയിലേക്ക് ആവശ്യത്തിന് ക്രിയാറ്റിൻ കിട്ടും. അതിനെ എക്സോജീനസ് ക്രിയാറ്റിൻ എന്ന് പറയും. നമ്മളുടെ ബോഡിയിൽ തന്നെ ഉൽപ്പാദിക്കുന്ന ക്രിയാറ്റിനെ എൻഡോജീനസ് ക്രിയാറ്റിൻ എന്നാണ് പറയാറ്. ക്രിയാറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും കാണണം. വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാവുന്നതാണ്. ഇനി ഇന്നത്തെ വീഡിയോൻ്റെ വിഷയത്തിലേക്ക് വരാം. ഞാൻ 10-12 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് കാര്യമായിട്ടും നോക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്രിയാറ്റിൻ ആനബോളിക് സ്റ്റീറോയിഡ് ആണോ? ആനബോളിക് സ്റ്റീറോയിഡും ക്രിയാറ്റിനും തമ്മിൽ എന്താണ് വ്യത്യാസം? അതിനാദ്യം ആനബോളിക് സ്റ്റീറോയിഡ് എന്താണെന്ന് മനസ്സിലാക്കണം. ആനബോളിക് സ്റ്റീറോയിഡ് ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന മെയിൽ സെക്സ് ഹോർമോൺ, അതിൻ്റെ ഒരു സിന്തറ്റിക് വേർഷനാണ്. ആനബോളിക് സ്റ്റീറോയിഡ്സ് റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ മസിലിൻ്റെ മാസ് വലുതാക്കാൻ സാധിക്കും, മസിലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും, അത്ലറ്റ്സിൻ്റെ ആവട്ടെ പെർഫോമൻസ് കൂട്ടാൻ സാധിക്കും. ഒളിമ്പിക്സിൽ ഉത്തേജക മരുന്ന് ഉപയോഗിച്ച് പിടിച്ചു എന്നൊക്കെ പറയുന്നത് മെയിൻലി ഈ തരത്തിലുള്ള ആനബോളിക് സ്റ്റീറോയിഡ്സ് ആണ്. ചില ജിം ഇൻസ്ട്രക്ടേഴ്സും ആനബോളിക് സ്റ്റീറോയിഡ്സ് ഉപയോഗിക്കാൻ അവരെ വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്. പെട്ടെന്ന് റിസൾട്ട്സ് ഉണ്ടാവും. ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന മെയിൽ സെക്സ് ഹോർമോണിൻ്റെ ഒരു രൂപം ആയതുകൊണ്ട് തന്നെ അതിനും മസിലിൽ ആക്ഷൻ ഉണ്ട്. മസിലിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ചില പ്രത്യേക തരത്തിലുള്ള റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ആനബോളിക് സ്റ്റീറോയിഡ്സിന് സാധിക്കും. അങ്ങനെയാണ് മസിലിൻ്റെ മാസ് കൂട്ടുന്നതും ഹൈപ്പർട്രോഫി ഉണ്ടാക്കുന്നതും. പക്ഷേ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റെറോണായിട്ട് യാതൊരു ബന്ധവുമില്ല, ഹോർമോൺ അല്ല, ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ്. നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ക്രിയാറ്റിൻ ആവട്ടെ, നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ക്രിയാറ്റിൻ ആവട്ടെ, ഇത് രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ മസിലിൻ്റെ അകത്തേക്ക് പോകും. മസിലിൻ്റെ അകത്താണ് ക്രിയാറ്റിൻ്റെ പ്രധാനപ്പെട്ടുള്ള ആക്ഷൻ വരുന്നത്. മസിലിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ ക്രിയാറ്റിനെ ഫോസ്ഫോ ക്രിയാറ്റിൻ ആക്കി കൺവേർട്ട് ചെയ്യും. അതിനൊരു എൻസൈം വേണം. ഇനി ഈ ഫോസ്ഫോ ക്രിയാറ്റിൻ ഉപയോഗിച്ചിട്ടാണ് ATP ഉൽപ്പാദിക്കുന്നത്. ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. നമ്മളുടെ ബോഡീൻ്റെ എനർജി കറൻസിയാണ് ATP എന്ന് പറയുന്നത്. ATP എത്ര കൂടുതലുണ്ടോ അത്രയും എനർജി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ മസിലിൻ്റെ അകത്ത് എനർജി കൂടുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയം എക്സസൈസ് ചെയ്യാൻ പറ്റും, കൂടുതൽ റെപ്പറ്റീഷൻസ് എടുക്കാൻ പറ്റും, കൂടുതൽ വെയിറ്റ് പൊന്തിക്കാൻ പറ്റും. അങ്ങനെ ഹൈപ്പർട്രോഫി ഉണ്ടാവും, മസിൽ മാസ് കൂടും. ഇങ്ങനെയാണ് ക്രിയാറ്റിൻ പ്രവർത്തിക്കുന്നത്. ആനബോളിക് സ്റ്റീറോയിഡ്സ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് പോലെ തന്നെയാണ് ക്രിയാറ്റിനും ഉണ്ടാക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഔട്ട്കമ്മും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ രണ്ടും, ആനബോളിക് സ്റ്റീറോയിഡ്സും ക്രിയാറ്റിനും കെമിക്കലി വ്യത്യാസമുണ്ട്. ആനബോളിക് സ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നത് ഒരു ഡ്രഗാണ്, ഒരു മരുന്നാണ്. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ ഉപയോഗിക്കുന്നതൊക്കെ ഇല്ലീഗലാണ്. ആനബോളിക് സ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നത് കൺട്രോൾഡ് ഷെഡ്യൂൾഡ് സബ്സ്റ്റൻസസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നേരെ മറിച്ച് ക്രിയാറ്റിൻ ആവട്ടെ ഒരു ഡയറ്ററി സപ്ലിമെൻ്റ് ആണ്. ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. സേഫാണ്. വേ പ്രോട്ടീൻ പൗഡർ പോലെയോ അല്ലെങ്കിൽ വൈറ്റമിൻ അല്ലെങ്കിൽ മിനറൽസ് പോലെയോ
മൾട്ടി വൈറ്റമിൻസ് ഒക്കെ പോലെ തന്നെ ആർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെൻ്റ് ആണ് ക്രിയാറ്റിൻ എന്ന് പറഞ്ഞത്. ക്രിയാറ്റിൻ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്നത് ഇല്ലീഗൽ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിനും ആനബോളിക് സ്റ്റീറോയിഡും രണ്ടും വ്യത്യാസമുണ്ട്. ക്രിയാറ്റിൻ ഒരു സ്റ്റീറോയിഡ് അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും അറിയേണ്ടത്, ക്രിയാറ്റിൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും. എൻ്റെ അടുത്ത് 100 കണക്കിന് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻസിലും നേരിട്ട് കാണുന്ന സമയത്തൊക്കെ എല്ലാവരും ചോദിക്കുന്നത് ക്രിയാറ്റിൻ കഴിക്കണോ, കിഡ്നിക്ക് പ്രശ്നമാവില്ലേ എന്നുള്ളതാണ്. ഇത് ഒരു തരത്തിലുള്ള മിസ്ഇൻഫർമേഷനാണ്. പക്ഷേ വേ പ്രോട്ടീൻ പൗഡർ അത് കഴിച്ചാൽ കിഡ്നി ഡാമേജ് ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ്റെ അത്രയും എത്തില്ല ക്രിയാറ്റിൻ കഴിച്ചാൽ കിഡ്നി ഡാമേജ് ഉണ്ടോ എന്നുള്ളത്. കാരണം അധികം ആൾക്കാർക്കും ക്രിയാറ്റിനെ കുറിച്ച് അറിയില്ല. പക്ഷേ പ്രോട്ടീൻ പൗഡർ അവർ കേട്ടിട്ടുണ്ടാവും. പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രശ്നമെന്ന് അവർ കേട്ടിട്ടുണ്ടാവും. അതും ഒരു തരത്തിലുള്ള മിസ്ഇൻഫർമേഷൻ തന്നെയാണ്. ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകുമെന്ന് സംശയം വരാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ക്രിയാറ്റിനുമായിട്ടുള്ള ബന്ധമാണ്. ക്രിയാറ്റിനിൻ്റെ അവസാനം INE എന്നും കൂടി ഉണ്ടാവും. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മെറ്റബോളിക് പ്രൊഡക്റ്റ് ആണ്. അത് ക്രിയാറ്റിൻ തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷേ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. വേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്, നമ്മളുടെ ബോഡിക്ക് ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു മസിലിനകത്ത് ക്രിയാറ്റിൻ ഉണ്ട്, അത് ഫോസ്ഫോ ക്രിയാറ്റിനായി മാറും. ഇത് രണ്ടും ക്രിയാറ്റിനിനായി മാറുന്നുണ്ട്. ഈ ക്രിയാറ്റിനിൻ പിന്നീട് ബ്ലഡിലേക്ക് എത്തും. നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കിഡ്നി ഫംഗ്ഷൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സിറം ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ഈ രക്തത്തിലുള്ള ക്രിയാറ്റിനിൻ്റെ അളവ് നോക്കിയിട്ടാണ്. ഇതിനൊരു നോർമൽ റേഞ്ച് ഉണ്ട്. ഹെൽത്തി ആയിട്ടുള്ള കിഡ്നീസിന് ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന വേസ്റ്റ് പ്രൊഡക്റ്റിനെ ഫിൽട്ടർ ചെയ്ത് യൂറിനിലൂടെ പുറത്തേക്ക് കളയാനുള്ള കഴിവുണ്ട്. പക്ഷേ കിഡ്നീൻ്റെ ഈ ഫംഗ്ഷൻ കുറയുന്നതിനനുസരിച്ച് തന്നെ രക്തത്തിലുള്ള ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. രക്തത്തിലുള്ള ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് കിഡ്നീൻ്റെ ഫംഗ്ഷൻ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഒരാളുടെ കിഡ്നീൻ്റെ ഫംഗ്ഷൻ അത് വെറും ക്രിയാറ്റിനിൻ മാത്രം നോക്കി കണ്ടുപിടിക്കുന്നത് മണ്ടത്തരാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിനൊക്കെ ക്രിയാറ്റിനിൻ്റെ അളവ് രക്തത്തിൽ കൂടി വരുന്നത് കാണാറുണ്ട്. പക്ഷേ അത് കിഡ്നി ഡാമേജ് ഉള്ളതുകൊണ്ട് ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നതാണ്. മറ്റു പല കണ്ടീഷൻസിലും ക്രിയാറ്റിനിൻ്റെ അളവ് കൂടി വരാം. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ, നിങ്ങളുടെ ഭക്ഷണത്തിൽ ക്രിയാറ്റിൻ കൂടുതൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ദിവസം 300 ഗ്രാം ചിക്കനൊക്കെ കഴിക്കുകയാണെങ്കിൽ, നമ്മളുടെ ഇന്നത്തെ വീഡിയോൻ്റെ വിഷയമായ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ പൗഡർ കുടിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ക്രിയാറ്റിനിൻ്റെ അളവ് രക്തത്തിൽ കൂടി വരും. പക്ഷേ അതിൻ്റെ അർത്ഥം കിഡ്നി ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്നല്ല. നിങ്ങളുടെ ബോഡിയിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടിയതുകൊണ്ട് ആ ക്രിയാറ്റിനിൽ നിന്നും ക്രിയാറ്റിനിൻ ആയി മാറുന്നുണ്ട്. അങ്ങനെ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നതാണ്. ഇനി കിഡ്നി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല, നമുക്ക് പലതരത്തിലുള്ള വേറെ ടെസ്റ്റുകളുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുരുഷന്മാർക്ക് മസിൽ മാസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. രക്തത്തിലുള്ള ക്രിയാറ്റിനിൻ്റെ അളവും പുരുഷന്മാർക്ക് കൂടുതലായിരിക്കും. കൂടുതൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇറച്ചീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6 ഔൺസിൽ 0.7 ഗ്രാം ക്രിയാറ്റിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ മീറ്റ് കഴിക്കുന്നതിനനുസരിച്ച് ക്രിയാറ്റിൻ്റെ ലെവൽ കൂടും, ക്രിയാറ്റിനിൻ്റെ അളവും കൂടും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ കുറഞ്ഞു എന്നൊന്നുമല്ല. ഇനി ക്രിയാറ്റിൻ, അതായത് സപ്ലിമെൻ്റോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ക്രിയാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് സാധാരണ രീതിയിൽ യൂറിനിൽ കാണാറില്ല. പക്ഷേ നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം 10 ഗ്രാം വരെ യൂറിനിൽ ക്രിയാറ്റിൻ്റെ അളവ് കാണാം. അതും നോർമലാണ്, എക്സ്പെക്റ്റഡ് ആണ്. രക്തത്തിലുള്ള ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ കിഡ്നിക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഹെൽത്തി കിഡ്നി ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വർക്ക് അത് കൃത്യമായിട്ട് ചെയ്തോളും. എക്സ്ട്രാ കൂടി വന്നിട്ടുള്ള ക്രിയാറ്റിനിനെ ഫിൽട്ടർ ചെയ്ത് യൂറിൻ വഴി അത് പുറത്തേക്ക് കളഞ്ഞോളും. അതിൻ്റെ അർത്ഥം കിഡ്നിക്ക് ഓവർലോഡ് വർക്കായി, കിഡ്നി കൂടുതൽ പണിയെടുക്കുന്നതുകൊണ്ട് കിഡ്നീൻ്റെ പ്രവർത്തനം നിൽക്കുന്നൊന്നുമല്ല. ഇനി ഇങ്ങനെ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടി വരുന്നത് തന്നെ ടെമ്പററി ആണ്, കുറേ കാലത്തേക്ക് ഉണ്ടാവില്ല. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചു തുടങ്ങുന്ന ഒരാളുടെ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രമാണ് ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടി വരുന്നത്. പിന്നീട് അത് സ്റ്റെബിലൈസ് ആവും. 100 കണക്കിന് ഇത്തരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. 12 സ്റ്റഡീസിൽ കണ്ടുപിടിച്ചത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ പോലും രക്തത്തിലുള്ള ക്രിയാറ്റിനിൻ്റെ അളവ് കൂടില്ല എന്നാണ്. 8 സ്റ്റഡിയിൽ കണ്ടുപിടിച്ചത് ക്രിയാറ്റിൻ കഴിക്കുന്നതിനനുസരിച്ച് തന്നെ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടും, പക്ഷേ നോർമൽ റേഞ്ചിൻ്റെ അകത്ത് തന്നെ നിൽക്കും. അതായത് നോർമൽ റേഞ്ച് 0.7-യും 1.3-യും ഇടയിലാണെങ്കിൽ ആ റേഞ്ചിൻ്റെ അകത്ത് നിന്നോളും. വെറും 2 സ്റ്റഡീസിൽ മാത്രമാണ് ക്രിയാറ്റിനിൻ്റെ അളവ് നോർമൽ റേഞ്ചും കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഫംഗ്ഷൻ കുറയുമെന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി നടത്തിയത് 1998-ലായിരുന്നു. ഈ സ്റ്റഡിയിൽ ഒരു യങ് മെയിൽ അഡൽട്ടിനെയാണ് സ്റ്റഡി ചെയ്തത്. ഇവർക്ക് ഓൾറെഡി കിഡ്നി ഡിസീസ് ഉണ്ടായിരുന്നു, ഇവരുടെ കിഡ്നി ഫംഗ്ഷൻ ഓൾറെഡി കുറവായിരുന്നു. എന്നിട്ടും 15 ഗ്രാം ക്രിയാറ്റിൻ ഇവർ ലോഡിംഗ് ഡോസായിട്ട് കഴിച്ചു 5 ദിവസം. അതിനുശേഷം എല്ലാ ദിവസവും 2 ഗ്രാം ക്രിയാറ്റിൻ കഴിച്ചു. കുറച്ച് ആഴ്ചകൾ ഇങ്ങനെ കഴിച്ച സമയത്ത് കിഡ്നി ഫംഗ്ഷൻ വീണ്ടും കുറയുന്നതായിട്ട് കണ്ടു. പക്ഷേ ഇവർ ഓൾറെഡി കിഡ്നി പേഷ്യൻ്റ് ആണെന്നുള്ളതും 8 വർഷമായി കിഡ്നി അസുഖത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണെന്നുള്ള കാര്യം ഈ സ്റ്റഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അധികം ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സിറ്റുവേഷനിൽ ഇവരുടെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് നിർത്തേണ്ടി വന്നു. ഈ ഒരു സ്റ്റഡി പുറത്ത് വന്നതിന് ശേഷമാണ് ക്രിയാറ്റിനെ കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ കെയർഫുൾ ആവാൻ തുടങ്ങിയതും
പലതരത്തിലുള്ള കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന സ്റ്റഡീസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പല തരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയതും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിൻ്റെ ക്രിറ്റിക്സിൻ്റെ എണ്ണം കൂടിയതും. ഈ സ്റ്റഡിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ഓൾറെഡി കുറവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഒരു കിഡ്നി പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാതെ തന്നെയാണ് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി കിഡ്നി ഫംഗ്ഷൻ നോർമലാണോ കുറവാണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. EGFR എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല മാത്രമാണ്. അതിനേക്കാളും നല്ല മറ്റ് പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഈ സ്റ്റഡി പുറത്തു വന്നതിന് ശേഷം പലതരത്തിലുള്ള സ്റ്റഡീസും നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ക്രിയാറ്റിൻ കഴിച്ചാൽ കിഡ്നി ഡാമേജ് ഉണ്ടാവുമോ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഒരൊറ്റ സ്റ്റഡിയിലും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചുകൊണ്ട് കിഡ്നി ഫംഗ്ഷൻ കുറയുന്നോ കിഡ്നി ഡാമേജ് ഉണ്ടാവുന്നോ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ഡയബറ്റീസ് ഉണ്ട്, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്, നിങ്ങളൊരു ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ നെഫ്രോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഡോഫോഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് പുരുഷന്മാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതോ സ്ത്രീകൾക്കും യൂസ് ചെയ്യാൻ പറ്റുമോ? സ്ത്രീകളും പുരുഷന്മാരും ക്രിയാറ്റിൻ ഉപയോഗിക്കുന്നതിലും വ്യത്യാസമുണ്ട്. ആ ക്രിയാറ്റിൻ അവരുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ചേഞ്ചസിലും വ്യത്യാസമുണ്ട്. മസിൽ മാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരേ ഹൈറ്റ്, ഒരേ വെയിറ്റ്, ഒരേ പ്രായമുള്ള ഒരു സ്ത്രീയും പുരുഷനെയും കമ്പയർ ചെയ്ത് നോക്കിയാൽ മസിൽ മാസ് കൂടുതൽ പുരുഷന്മാർക്ക് തന്നെയാണ്. പക്ഷേ മസിൽ മാസ് സ്ത്രീകൾക്ക് കുറവായതുകൊണ്ട് തന്നെ ആ മസിലിൽ അടങ്ങിയിരിക്കുന്ന ക്രിയാറ്റിൻ്റെ കോൺസെൻട്രേഷൻ നോക്കുമ്പോൾ അത് കൂടുതലും സ്ത്രീകൾക്കാണ്. മസിൽ അടങ്ങിയിരിക്കുന്ന ക്രിയാറ്റിൻ്റെ കോൺസെൻട്രേഷൻ സ്ത്രീകൾക്ക് കൂടുന്നതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് അവരെടുക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന അത്രയും റെസ്പോൺസോ അല്ലെങ്കിൽ അത്രയും പെർഫോമൻസിലുള്ള മാറ്റങ്ങളോ ഉണ്ടാവാറില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം സീറോ ആണെന്നല്ല, വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും. മസിലിൻ്റെ അകത്തുള്ള ക്രിയാറ്റിൻ്റെ മെറ്റബോളിസം നടത്തണമെങ്കിൽ ക്രിയാറ്റിൻ കൈനേസ് എന്ന് പറഞ്ഞ എൻസൈം വേണം. സ്ത്രീകളുടെ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഈ ക്രിയാറ്റിൻ കൈനേസിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിനെ കൊണ്ട് പലതരത്തിലുള്ള ബെനിഫിറ്റും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് പറയുന്നത് മെൻസ്ട്രൽ പീരീഡ്സിൻ്റെ സമയത്താണ്. പ്രഗ്നൻസി ടൈമിൽ ഹെൽപ്ഫുൾ ആണെന്നുള്ളത് പറയുന്നുണ്ട്. പോസ്റ്റ് പാർട്ടം, അതായത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. പെരി മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷമൊക്കെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. സ്ത്രീകളുടെ ബോഡിയിലുള്ള ഈ ഹോർമോൺസിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് തന്നെ അവരുടെ മസിൽ മാസിലും വ്യത്യാസം വരുന്നുണ്ട്. അവരുടെ മസിലിൽ അടങ്ങിയിരിക്കുന്ന ക്രിയാറ്റിനിൽ വ്യത്യാസം വരുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിൽ മസിലിൽ ക്രിയാറ്റിൻ കുറഞ്ഞു പോകുന്നുണ്ട്. പോരാത്തതിന് ഒരു ഫീറ്റസ് വളർന്ന് വലുതാവുന്നതുകൊണ്ട് തന്നെ ആ ഫീറ്റസിന് വളരാൻ കൂടുതൽ ക്രിയാറ്റിൻ വേണം. പക്ഷേ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യേണ്ട. കാരണം ഹ്യൂമൻസിൽ, മനുഷ്യന്മാരിൽ അത്തരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടില്ല. ആനിമൽ സ്റ്റഡീസിലാണ് പ്രഗ്നൻസി ടൈമിൽ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് പറയുന്നത്. ഓരോ സെല്ലിന് ആവശ്യമുള്ള എനർജി ലെവൽ സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കും. മൈറ്റോകോൺഡ്രിയൽ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ആനിമൽ സ്റ്റഡീസിലാണ് നടത്തിയിട്ടുള്ളത്. പ്രഗ്നൻസി ടൈം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മെൻസ്ട്രൽ പീരീഡ്സിൻ്റെ ടൈമിൽ, പോസ്റ്റ് പാർട്ടം അതായത് ഡെലിവറിക്ക് ശേഷം, മെനോപോസൽ ടൈമിലൊക്കെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിന് ബെനിഫിറ്റ് ഉണ്ടെന്ന് ഹ്യൂമൻ സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് പൗഡർ രൂപത്തിൽ തന്നെ കഴിക്കണമെന്നൊന്നുമില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുമുണ്ട്. പക്ഷേ ക്രിയാറ്റിൻ കിട്ടണമെങ്കിൽ ഇറച്ചി കഴിക്കേണ്ടി വരും, മീറ്റ് കഴിക്കേണ്ടി വരും. അപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ള സ്ത്രീകളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്ക് ആവശ്യത്തിനുള്ള ക്രിയാറ്റിൻ കിട്ടുന്നില്ല. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സും കഴിക്കുന്നില്ലെങ്കിൽ അവരുടെ ബോഡിയിലുള്ള ക്രിയാറ്റിൻ്റെ അളവ് കുറഞ്ഞു വരും. അതിനനുസരിച്ച് മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവാം, മസിലിൻ്റെ മാസ് കുറഞ്ഞു പോകാം. ഇത് നോർമലി ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള സാർക്കോപീനിയ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഹെൽപ്ഫുൾ ആണ്. ഇനി വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. പുരുഷന്മാരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ഡിപ്രഷനും മൂഡ് സ്വിങ്സും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിൻ്റെ ഒരു കാരണം പറയുന്നത് സ്ത്രീകളുടെ ബ്രെയിനിൻ്റെ ഫ്രണ്ടൽ ലോബ്, നെറ്റിൻ്റെ ഭാഗത്ത്, അതായത് ഫ്രണ്ടിലുള്ള ലോബിനെയാണ് ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത്. അവിടെ സ്ത്രീകൾക്ക് ക്രിയാറ്റിൻ്റെ അളവ് കുറവായിരിക്കും പുരുഷന്മാരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ പുതിയ സ്റ്റഡീസിൽ പറയുന്നത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിനിലുള്ള ഓരോ സെല്ലിനെയും നമ്മൾ ന്യൂറോൺ എന്നാണ് പറയുന്നത്. ആ ന്യൂറോൺസിൻ്റെ മൈറ്റോകോൺഡ്രിയൽ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, കൂടുതൽ ATP ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡിപ്രഷനും മൂഡ് സ്വിങ്സ്, ആങ്സൈറ്റി പോലത്തെ പ്രശ്നങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് പറയുന്നത്. പ്രഗ്നൻസി ടൈമിൽ മാത്രമാണ് ഹ്യൂമൻ സ്റ്റഡീസ് നടത്താത്തത്. ഇത് ഒഴിച്ചു നിർത്തിയാൽ ടീനേജ് ഗേൾസിന് 19 മുതൽ 22 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക്, റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവർ, മെനോപോസൽ, പെരിമെനോപോസൽ, പോസ്റ്റ് മെനോപോസൽ, ആർത്തവവിരാമം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക്, ഇവർക്കെല്ലാവർക്കും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഡെയിലി 5 ഗ്രാമോ, ചില സ്റ്റഡീസിൽ ലോഡിംഗ് ഡോസ് ക്രിയാറ്റിൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത് കൂടുന്നതായിട്ടും, എൻഡ്യൂറൻസ് കൂടുന്നതായിട്ടും, പെർഫോമൻസ് കൂടുന്നതായിട്ടും, മസിലിൻ്റെ മാസ് കൂടുന്നതായിട്ടും, മസിൽ വേസ്റ്റിംഗ് തടയുന്നതായിട്ടും പലതരത്തിലുള്ള സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുട്ബോൾ പ്ലേയേഴ്സിലോ അത്ലറ്റ്സിലോ മാത്രമല്ല സാധാരണ സ്ത്രീകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റാണ്. ഇത് അഫോർഡബിൾ ആണ്, പക്ഷേ ഇഫക്റ്റീവ് ആണ്. അതുകൊണ്ട് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സാധനമല്ല, സ്ത്രീകൾക്ക് ഉപയോഗിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്താൽ
മുടി കൊഴിച്ചിൽ ഉണ്ടാവുകയോ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് പറയുന്നില്ല. ഈ വീഡിയോയുടെ നീളം ഇനിയും കൂടിപ്പോകും, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. പക്ഷേ ആ വീഡിയോ മിസ്സാവാതെ കാണാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇനി ക്രിയേറ്റിനെ കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഞാൻ ആ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ക്രിയാറ്റിൻ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് സപ്ലിമെൻറ്റ്സ് ആണ് omega-3, പ്രോട്ടീൻ പൗഡർ, മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ്. ഇത്തരത്തിലുള്ള മറ്റ് ഡയറ്ററി സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കണ്ടാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.